2023 മികച്ച ഒരു കോർട്ട് റൂം ത്രില്ലർ സിനിമ പരിചയപ്പെടുത്തുകയാണ്. ജസ്റ്റിൻ ട്രേറ്റ് സംവിധാനം ചെയ്ത ഫ്രഞ്ച് ചിത്രമായ അനാട്ടമി ഓഫ് എ ഫോൾ. Stop. I did not kill him. അനാട്ടമി ഓഫ് എ ഫോൾ എന്ന സിനിമയ്ക്ക് കഴിഞ്ഞ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാം ദി ഓർ അവാർഡ് ലഭിച്ചിരുന്നു. സിനിമയുടെ പ്ലോട്ട് ഇങ്ങനെയാണ്. പ്രശസ്ത എഴുത്തുകാരിയായ സാൻഡ്ര ബോയ്റ്ററിന്റെ ഭർത്താവ് സാമുവലിന്റെ ദുരൂഹമായിട്ടുള്ള മരണവുമായി ബന്ധപ്പെട്ട ഒരു കോർട്ട് റൂം ഡ്രാമ അല്ലെങ്കിൽ ഒരു കോർട്ട് റൂം ട്രയൽ ആണ് ഈ സിനിമ സംസാരിക്കുന്നത്. പടം വളരെ സ്ലോ ആണ്, പക്ഷെ എൻഗേജിങ്ങുമാണ് എന്നുള്ള കാര്യം എടുത്തു പറയണം. ഈ സിനിമ ഇംഗ്ലീഷും ഫ്രഞ്ചും മിക്സ്ഡ് ആയിട്ടാണ് സംഭാഷണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സബ് ടൈറ്റിൽ വായിച്ച് കാണുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പടം കണ്ടുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഈ കടമ്പകളെല്ലാം താണ്ടി സിനിമ കാണാൻ പറ്റിയെങ്കിൽ നല്ലൊരു സ്ലോ ബേണിംഗ് ത്രില്ലർ സിനിമ കാണുന്ന അനുഭൂതി ലഭിക്കുകയും ചെയ്യും. ഗംഭീരമായ പ്രകടനമാണ് സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. അതും എടുത്തു പറയേണ്ടത് സാന്ദ്രയുടെ 11 വയസ്സുള്ള കണ്ണ് കാണാത്ത മകനായിട്ട് വരുന്ന കുട്ടിയുടെ പ്രകടനമാണ്. സന്തോഷവും സങ്കടവും കലർന്ന ഒരു ഭാവം കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ട് ആ പടത്തിന്റെ അവസാന ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്ക്. അത് ശരിക്കും നമുക്ക് കുട്ടിയുടെ ആ ഒരു ഭാവം നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. സാന്ദ്ര ബോയ്റ്ററായിട്ട് അഭിനയിച്ച സാന്ദ്ര ഹ്യൂളർ എന്ന നായികയുടെ പ്രകടനവും അസാധ്യമാണ്. പലപ്പോഴും ക്ഷമ നശിച്ചു പോകുന്ന കുറെ സിറ്റുവേഷനുകളിൽ അവരത് കൺട്രോൾ ചെയ്ത് പ്രതികരിക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഈ പ്രകടനത്തിന് സാന്ദ്ര ഹ്യൂളർ കുറേയധികം ഇന്റർനാഷണൽ പുരസ്കാരങ്ങളൊക്കെ വാരിക്കൂട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വക്കീൽ വിൻസെന്റ് ആയിട്ട് വന്ന സ്വാൻ ഓർലോഡിന്റെ പ്രകടനവും മെൻഷൻ ചെയ്യണം. സാമുവലിന്റെ മരണം സംഭവിക്കുന്നത് കെട്ടിടത്തിൽ നിന്നും, അതായത് 3ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് വീണാണ്. അത് ഉദ്ദേശിച്ചാണ് പടത്തിന്റെ പേര് അനാട്ടമി ഓഫ് എ ഫോൾ എന്ന് ഇട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തിന്റെ അനാട്ടമിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങളും പിന്നെ സങ്കീർണമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് സിനിമ പറയുന്നത്. സോ അനാട്ടമി ഓഫ് ദെയർ മാരേജ് എന്ന് വേണമെങ്കിൽ പേര് മാറ്റി പറയാമായിരുന്നു എന്ന് തോന്നി. ജസ്റ്റിൻ ട്രേറ്റ് ആണ് സിനിമയുടെ സംവിധായിക. അത് എടുത്തു പറഞ്ഞത് പേര് കേട്ടാൽ ആണാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ വനിതാ സംവിധായികയാണ്. കിഡുവായിട്ട് പടം ഒരുക്കിയിട്ടുണ്ട്. പാം ഡിയോർ ലഭിക്കുന്ന 3ാമത്തെ സംവിധായികയാണ് ജസ്റ്റിൻ. ലൊക്കേഷനും ക്യാമറയും അതിമനോഹരമാണ്. പ്രത്യേകിച്ച് ഈ മഞ്ഞു വീണ സ്ഥലങ്ങളിൽ നടക്കുന്ന ക്രൈം മിസ്റ്ററി ത്രില്ലറുകൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെ ഉണ്ടായിരിക്കും. അത് ഈ സിനിമയ്ക്കും ഉണ്ട്. ആദ്യം പറഞ്ഞതുപോലെ പടം വളരെ പതിഞ്ഞ താളത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഡയലോഗുകൾ ഉള്ളതുകൊണ്ട് സബ് ടൈറ്റിൽ നന്നായിട്ട് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ എല്ലാവരുടെയും കപ്പിലെ ചായ അല്ല എന്ന് ചുരുക്കം. പക്ഷേ സ്ലോ പേസ്ഡ് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടമാകും ഈ പടം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ മസ്റ്റ് വാച്ച് അല്ല, ഒരു മാസ്റ്റർ പീസ് ആണെന്ന് പറയാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരു പടമാണ്. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുമല്ലോ.